വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരർത്ഥത്തിൽ നടന്നു എന്ന് പറയാം. കാരണം അത് കണ്ട് കരഞ്ഞു പോയാൽ പാവപ്പെട്ടവരെ സഹായിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനിയും നമ്മൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം പ്രസ്ഥാനത്തിന് വേണ്ടി മറ്റും ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. ചടങ്ങെന്ന് പറയുന്നത് ഡിവൈഎഫ് വയനാട് ഉൾപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ് സംസ്ഥാനത്തൊട്ടാകെ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്കും മറ്റ് ഒരുപാട് നഷ്ടങ്ങൾക്കുണ്ടായവർക്കും ഒരു 25 വീട് ഡിവൈഎഫിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി ജോൺകുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ വാഹനം, ആ വാഹനം നമുക്ക് സംഭാവന ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്യുമ്പോൾ, അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുമാത്രമല്ല, ഈ നാട്ടിലെ നിരവധി ആളുകളുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലുമെല്ലാം അദ്ദേഹത്തിന്റെ കരങ്ങൾ നീണ്ടു കൊടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം ഡിവൈഎഫ്ഐക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഈ സംഭാവന വളരെ വലിയ, അല്ലെങ്കിൽ വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തെ CPIM-ന് വേണ്ടി കൂടി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ വലിയ മനസ്സിന് ഈ നാട് മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. ഫെയ്ത്ത് കാറ്ററിംഗ് ഉടമ കൂടിയായിട്ടുള്ള ശ്രീ ജോൺകുട്ടി ഈ നാട്ടിൽ നടത്തുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗം കൂടിയാണ്. അദ്ദേഹത്തെയും ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും, ഡിവൈഎഫ്ഐയുടെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റും ആയിട്ടുള്ള ഫൈസൽ ബഷീർ ഉണ്ട്, അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഏരിയ ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള അച്ചു ഇവിടെയുണ്ട്, പാർട്ടി നേതൃത്വം, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള അമ്പു അടക്കം, ഹരി അടക്കം പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രവർത്തകരെല്ലാം തന്നെ ഈ നല്ല ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഈ സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. നമ്മുടെ നാടിനെ നടുക്കിയൊരു ദുരന്തമായിരുന്നു വയനാട്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഒരു ദിവസം രാത്രി പിറ്റേ ദിവസത്തെക്കുറിച്ച് സ്വപ്നം കണ്ട്, പിറ്റേ ദിവസത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കണ്ട് ഉറങ്ങാൻ കിടന്ന മനുഷ്യർ, അവർ ഞെട്ടി ഉണരുമ്പോൾ സ്വന്തം ജീവിതത്തിൽ കൂടുണ്ടായിരുന്നവർ, സ്വന്തം നാട്ടിൽ കൂടുണ്ടായിരുന്നവർ, ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട് ഒരു നാട് തന്നെ അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഒലിച്ചു പോകുന്നതാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട വയനാട് ജനതയെ കേരളം ഒരു മനസ്സോടുകൂടി ചേർത്ത് നിർത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ മതജാതി ചിന്തയുടെയോ സമ്പത്തിൻ്റെയോ എല്ലാം അതിർവരമ്പുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യനെന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു നന്മ നമ്മൾ കേരളം ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. അവിടെ എല്ലാ നഷ്ടപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്താൻ വേണ്ടി അവരവരുടെ കയ്യിലുള്ള സമ്പാദ്യത്തിൻ്റെ, അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതം നൽകിക്കൊണ്ട് കേരളം ആ മനുഷ്യ സ്നേഹം കാട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് നന്മയുള്ള മനുഷ്യർ ഈ പ്രവർത്തനങ്ങൾക്കാകെ സഹകരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫെയ്ത്ത് കാറ്ററിംഗ് സെന്ററിന്റെ ഉടമയ, മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള സഖാവ് ജോൺകുട്ടി, അദ്ദേഹത്തിന്റെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് അദ്ദേഹത്തിനോടൊപ്പം ഒരു വാഹനം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വളരെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്കെല്ലാം വാഹനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട്, ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച വാഹനം തന്നെ നൽകുക എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം പകർന്നു നൽകിയാണ്, ആ സ്നേഹം പകുത്തു നൽകിയാണ്. അപ്പൊ അത്തരത്തിൽ വാളകത്തെ ഡിവൈഎഫ്ഐ സഖാക്കൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ കണ്ട് അത് ഇഷ്ടപ്പെട്ട് അതിനോടൊപ്പം തനിക്ക് കൂടി ഒന്ന് ചേരണമെന്ന് ജോൺകുട്ടി സാഹിന് തോന്നുകയും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന വാഹനം ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നൽകിയാണ്. ഡിവൈഎഫ്ഐ ആദ്യഘട്ടത്തിൽ 25 വീടുകൾ എന്നാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുമ്പോൾ ഓരോ ജില്ലയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒരു 100-ലധികം വീടുകൾ നൽകാൻ കഴിയുന്ന തുക ഇപ്പോൾ തന്നെ ശേഖരിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ആ നിലയിൽ വലിയ നമ്മൾ മുന്നോട്ട് വെച്ച ആ ആശയം കേരളമാകെ ഏറ്റെടുക്കുകയാണ്. ആദ്യം വീട് വെച്ച് നൽകാൻ വേണ്ടി 25 വീട് വെച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ച ഡിവൈഎഫ്ഐ ആണ്. പക്ഷേ ഇന്ന് കേരളത്തെ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ, വിവിധ സാമൂഹിക സംഘടനകൾ, വ്യക്തികൾ എല്ലാവരും അതിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത ഈ പ്രവർത്തനത്തിനൊപ്പം നാടാകെ അതിനോടൊപ്പം പങ്കാളിയായതിൽ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ തന്റെ വാഹനം ഈ പരിപാടിക്ക് വേണ്ടി സംഭാവന നൽകി ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള സഖാവ് ജോൺകുട്ടി സാഹിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇവിടുത്തെ ഇതിന്റെ ഭാഗമായി മാറിയ മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്യുകയാണ്.
ആയിട്ടുള്ള ശ്രീ ഷാഹിമിന് നമ്മുടെ DYFയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായിട്ടുള്ള അരുൺ ബാബു അതിൻ്റെ താക്കോൽ കൊടുക്കുന്നു. ഇത് പൊളിച്ച് ഇത് മറ്റൊന്നിനും ഉപയോഗിക്കില്ല, ഇത് ആക്രിയായി തന്നെ ഉപയോഗിക്കും എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ്.